കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ നിമിഷം അർപ്പിക്കുകയാണ്. ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായിട്ട് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 40-ാം അധ്യായം അതിൻ്റെ 29-30 വാക്യങ്ങൾ. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. ഈ വാക്യങ്ങൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇവിടെ നമുക്ക് ഈ ഭാഗം വായിച്ചു വരുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ദൈവത്തെ കാത്തിരിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തിയെ പരാമർശിക്കുന്ന ഒരു ഭാഗമാണ് അല്ലേ. നമ്മൾ ആ താഴെയുള്ള വാക്യം നമ്മളിപ്പോൾ വായിച്ച വാക്യത്തിന് താഴോട്ട് വരുമ്പോൾ ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാരും ഇടറി വീഴും, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും എന്ന് പറഞ്ഞാണ് സ്തോത്രം ഈ അധ്യായം അവസാനിക്കുന്നല്ലേ. ദൈവശക്തിയെ പുതുക്കുന്ന തലം അല്ലേ. എങ്ങനെയാണ് ദൈവശക്തിയെ നമുക്ക് പുതുക്കാൻ കഴിയുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ ദൈവത്തിൻ്റെ ശക്തിക്കായിട്ട് നമ്മൾ കാത്തിരിക്കേണ്ടത് ആവശ്യമാണ്. അതാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. എന്നാൽ അതിൻ്റെ 29-30 വാക്യങ്ങൾ പഠിക്കുന്ന സമയത്ത് 2 വിഭാഗക്കാരെക്കുറിച്ച് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നു. ഒന്ന്, ക്ഷീണിച്ചിരിക്കുന്നവർ. 2, ബലമില്ലാത്തവർ. എന്തുവാ ക്ഷീണം എന്ന് പറയുന്നത്? നമ്മളെല്ലാവരും ഈ കാലത്ത് നമ്മുടെ എല്ലാ തലമുറയിൽപ്പെട്ട അല്ലെങ്കിൽ എല്ലാ പ്രായത്തിൽപ്പെട്ടവരും അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ക്ഷീണം എന്ന് പറയുന്നില്ലേ. മിക്കപ്പോഴും ചില ആൾക്കാർ പറയല്ലേ എനിക്ക് ക്ഷീണമാണ്. ഇപ്പോൾ ഉറങ്ങുന്നതിന് മുമ്പ് പറയുന്നത് ഞാൻ ക്ഷീണം വന്നിട്ടാണ് ഉറങ്ങുന്നത്. ഈ ക്ഷീണം എവിടെ ഇത് ചലിക്കുന്നത്? ഇത് ശരീരത്തിൽ വെളിപ്പെടുന്നതാണ്, അത് മനസ്സിൽ വെളിപ്പെടുന്നതാണ്. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, ഈ ക്ഷീണം എന്ന് പറയുന്നത് ശരീരത്തിലുള്ള വിഷയമല്ല, ഇത് മനസ്സിൻ്റെ ഒരു പ്രശ്നമാണ്. എന്തുവാ? മനസ്സ് തളർന്നു പോകുന്ന സാഹചര്യങ്ങൾ വരും, ഭാരം, ടെൻഷനുകൾ അല്ലേ. സ്തോത്രം. വിവിധ തരത്തിലുള്ള ഇത് നമുക്കറിയാം, മനുഷ്യരെല്ലാം പല വിധത്തിലുള്ള ഭാരങ്ങൾ കൊണ്ട് നടക്കുന്നവരാണ്. സ്തോത്രം. നമ്മുടെ എല്ലാവരുടെയും ജീവിതം അല്ലേ, സാമ്പത്തിക പ്രശ്നങ്ങൾ, കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ, മക്കളെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ, ജോലിയെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ, വിദ്യാഭ്യാസ സംബന്ധമായ വിഷയങ്ങൾ, ഇല്ലെങ്കിൽ റിലേഷൻഷിപ്പിനകത്ത് വരുന്ന വിഷയങ്ങൾ, ഇതെല്ലാം പലപ്പോഴും നമ്മളെ മനസ്സിനെ അസ്വസ്ഥമാക്കാറുണ്ട്, മനസ്സ് ക്ഷീണിച്ചു പോകാറുണ്ട്. പലപ്പോഴും അത് മനസ്സ് ക്ഷീണിക്കുമ്പോൾ തന്നെ അത് ശരീരത്തിലേക്കും അഫക്റ്റ് ചെയ്യും എന്നൊക്കെ നമുക്ക് ഈ കാലത്ത് മനസ്സിലാക്കാൻ കഴിയണം അല്ലേ. നമുക്കറിയാം, ഒരു 10-20 വർഷത്തിന് മുൻപൊക്കെ സ്തോത്രം ഈ രോഗങ്ങൾ എന്ന് പറയുന്നല്ലേ, മാരക രോഗങ്ങളൊക്കെ കുറവാണ്. ഇന്ന് പല രോഗങ്ങളും ഒരു ജീവിത ശൈലിയായി മാറിയിട്ടുണ്ട്. ഇന്നിപ്പം ഷുഗർ എന്ന് പറയുന്നത് സ്തോത്രം എല്ലായിടത്തും കോമൺ ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ BP അല്ല സ്തോത്രം, അതുപോലെ കൊളസ്ട്രോളിൻ്റെ പ്രശ്നങ്ങൾ. ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ഈ കാലത്ത് വേദന നൽകുന്ന ഒരു രോഗം ക്യാൻസർ. ഇതൊക്കെ ഒരു കോമൺ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മനസ്സിനേൽക്കുന്ന ക്ഷീണമാണ് അല്ലേ. പലപ്പോഴും ഷുഗറിനെ കുറിച്ച് പറയുമ്പോൾ ഹൈപ്പർ ടെൻഷൻ, അതുപോലെ സ്തോത്രം ഹൈ BP, ഇതൊക്കെ പലപ്പോഴും കാരണമാകുന്നത് അല്ല സ്തോത്രം എന്താണ്? ടെൻഷൻ കൊണ്ടാണ്, ഭാരം വരുന്നത് കൊണ്ടാണ്, സമ്മർദ്ദങ്ങൾ കൊണ്ടാണ്. അപ്പം എന്നാൽ ബൈബിൾ ഇവിടെ പരാമർശിക്കുന്ന അനുഗ്രഹീതമായ ഒരു ചിന്തയുണ്ട്. ക്ഷീണിച്ചിരിക്കുന്നവന് അവൻ ശക്തി നൽകുന്നു. സ്തോത്ര. അപ്പം ക്ഷീണിച്ചിരിക്കുന്ന നമുക്ക്, മനസ്സ് ക്ഷീണിച്ചു പോയാൽ, മനസ്സ് ബലഹീനപ്പെട്ടാൽ അല്ല നമുക്ക് ശക്തി നൽകുന്ന ഒരു ഇടമുണ്ട്. അതാണ് ദൈവത്തിൻ്റെ സന്നിധി എന്ന് പറയുന്നത്. അടുത്ത് പറയുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. സ്തോത്രം. എന്തുവായി ബലമില്ലാത്ത അവസ്ഥ? മനസ്സിനകത്ത് വരുന്ന ക്ഷീണം പലപ്പോഴും നമ്മുടെ ശരീരത്തിൻ്റെ ബലത്തെ ക്ഷയിപ്പിക്കുമ്പോൾ ഇത് കണക്റ്റഡാണ്. മനസ്സിനകത്തുള്ള ക്ഷീണം ശരീരത്തിൻ്റെ ആക്ഷൻസിനെ എന്ത് ചെയ്യും? കുറയ്ക്കും. പ്രൈസല്ല. പലപ്പോഴും പലതും ചെയ്യാൻ കഴിയാതെ വരുന്ന സാഹചര്യങ്ങളുണ്ട്. എന്നാൽ ക്ഷീണിച്ച മേഖലകളെ മാറ്റി ശക്തി നൽകുന്ന ഒരു ദൈവം. 2, ബലമില്ലാത്ത നമുക്ക് ബലം നൽകുന്ന ഒരു കർത്താവ് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ട് വരാൻ പോകുകയാണ്. എത്ര പേർ അത് വിശ്വാസത്തോടെ ഏറ്റെടുക്കാൻ തയ്യാറാകുന്നുണ്ട്? നിങ്ങളാരും ഭാരപ്പെട്ടു പോകരുത്, ക്ഷീണിച്ചു പോകരുത്. ആ ദൈവം നമുക്ക് ശക്തി നൽകുവാൻ തക്കവണ്ണം ഇടവരും. അപ്പോൾ തന്നെ ദൈവം നമുക്ക് ബലം നൽകി നമ്മെ സഹായിപ്പാൻ തക്കവണ്ണം ഇടവരും. ആ ദൈവിക ബലത്തിനായി, ദൈവിക ശക്തിക്കായിട്ട് നമുക്ക് ഒരുങ്ങാം. പരിശുദ്ധാത്മാവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ സന്ദേശത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. അവിടെ
അവിടുന്ന് ചെറുകിടിയും മറയ്ക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. സമസ്ത മേഖലകളെയും ഏൽപ്പിക്കുന്നു. ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്ന ദൈവം, അല്ല ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്ന ദൈവം. ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നവരുടെ ജീവിതത്തിനകത്ത് ക്ഷീണമോ ബലമില്ലാത്ത അവസ്ഥകൾ ഉണ്ടെങ്കിൽ ശക്തിയും ബലവും ദൈവം നൽകി സഹായിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. കൂടെ ഇരുന്നാട് ബലപ്പെടുത്തിക്കാണ്ട് മഹത്വം അങ്ങ് യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.